തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിജയ് എംജിആറും ജയലളിതയും വിജയകാന്തും വെണ്ണിക്കൊടി പാറിച്ച രാഷ്ട്രീയ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. വിജയുടെ രാഷ്ട്രീയ പാർട്ടി ടി.വി.കെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. ടി.വി.കെ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കെന്ന് പ്രതികരിച്ച വിജയ് ആദ്യ വാതിൽ തുറന്നുവെന്നും പറഞ്ഞു. പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കും, എല്ലാവരും സമന്മാരെന്ന തത്വത്തിൽ മുന്നോട്ട് പോകണമെന്നും വിജയ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറ്റൊരു തൊഴിലല്ല, അതൊരു പവിത്രമായ ജനകീയ പ്രവർത്തനമാണ്. അതാണ് തന്റെ ആഗ്രഹവും. സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കി മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും ഇത് ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടായിട്ടാണ് കാണുന്നതെന്നും വിജയ് പറഞ്ഞു. സിനിമകളിലൂടെയും പൊതുവേദികളിലൂടെയും കൃത്യമായി തന്റെ രാഷ്ട്രീയം പങ്കുവച്ചിരുന്ന ആളാണ് വിജയ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാനെത്തിയതും മെർസലിലെ GST വിമർശനവും വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കളമൊരുക്കി. തമിഴ് സിനിമയിലെ അടുത്ത രജനീകാന്ത് എന്ന നിലയിൽ 70 ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയ് ഒരു പതിറ്റാണ്ടിലേറെയായി രാഷ്ട്രീയ മോഹങ്ങൾ വളർത്തിയെടുക്കുകയാണ്. ഭക്ഷണത്തിന്റെ സൗജന്യ വിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ലൈബ്രറികൾ, സായാഹ്ന ട്യൂഷൻ, നിയമസഹായം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ചാരിറ്റി ക്ഷേമ നടപടികളിൽ അദ്ദേഹം തന്റെ ഫാൻ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 2-നായിരുന്നു പാർട്ടി അംഗീകാരത്തിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത്. തുടർന്ന് നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അടുത്ത സിനിമയോടെ വിജയ് സിനിമാ മേഖലയോട് വിട പറയുകയാണ്.